പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണം അനിശ്ചിതത്വത്തിൽ. 1 കോടിയുടെ പദ്ധതി ഇപ്പോൾ കൃഷിഭൂമിയായി മാറിയെന്നാണ് വിമർശനമുയരുന്നത്. പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിൽ അമർഷത്തിലാണ് പയ്യന്നൂരിലെ കായിക പ്രേമികൾ. 1 കോടിയോളം രൂപ വകയിരുത്തി ഉദ്ഘാടനം ചെയ്ത പയ്യന്നൂർ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പയ്യന്നൂരിലെ കായിക പ്രേമികൾ കടുത്ത അമർഷത്തിൽ. നവീകരണത്തിന്റെ പേരിൽ മണ്ണ് മാന്തിയിട്ട മൈതാനം നിലവിൽ മഴ പെയ്ത് വെള്ളക്കെട്ടായും കാടുമൂടിയും കിടക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് ഒരു മുറം പച്ചക്കറി കൃഷിക്കായി തയ്യാറാക്കിയ വിളഭൂമിയാണോ ഇതെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നിപ്പിക്കുന്ന അവസ്ഥയിലാണ് നിലവിൽ മൈതാനമുള്ളത്. മുൻ MLA TI മധുസൂദനന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപയും സംസ്ഥാന കായിക വകുപ്പിൽ നിന്ന് 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടി രൂപ ചിലവഴിച്ചാണ് ഗ്രൗണ്ട് പുനരുദ്ധാരണ പദ്ധതി പ്രഖ്യാപിച്ചത്. അന്നത്തെ കായിക മന്ത്രി V. അബ്ദുൾ റഹ്മാൻ വലിയ പ്രതീക്ഷകളോടെ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇപ്പോൾ അധികൃതരുടെ അനാസ്ഥയിൽ വഴിയാധാരമായിരിക്കുന്നത്. മൈതാന നവീകരണം, പുതിയ കോർട്ട് നിർമ്മാണം, ഗ്യാലറി പുനരുദ്ധാരണം, ശൗചാലയ ബ്ലോക്കിന്റെ നവീകരണം എന്നിവയുൾപ്പെടെ സമഗ്രമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു പ്രവൃത്തികൾ ആരംഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. പ്രവൃത്തികൾ ആരംഭിച്ചതായി എഞ്ചിനീയറിംഗ് വിഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിലവിലെ അവസ്ഥ സങ്കടകരമാണെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. മഴക്കാലം ശക്തമായതോടെ ഗ്രൗണ്ട് പൂർണ്ണമായും വെള്ളക്കെട്ടായി മാറി. ഇതോടെ കുട്ടികളുടെ കായിക പരിശീലനവും പ്രാദേശിക മത്സരങ്ങളും പൂർണ്ണമായും തടസ്സപ്പെട്ടു. മഴക്കാലം കഴിഞ്ഞാലും മൈതാനം കളിയോഗ്യമാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് കായിക താരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഫുട്ബോൾ അടക്കമുള്ള മുഴുവൻ കായിക വിനോദങ്ങളും പരിശീലനങ്ങളും മൈതാനത്ത് നിലച്ച മട്ടാണ്. പരിശീലനത്തിനായി ഇവിടെ എത്തുന്ന കുട്ടികളും കായിക താരങ്ങളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വിവരണാതീതമാണ്. മഡ് ഗ്രൗണ്ട് എന്ന പേരിലാണ് ഈ പുതുക്കപ്പെടുന്ന ഈ ഗ്രൗണ്ടിന് പേര് വരിക. പക്ഷേ കഴിഞ്ഞൊരു 3 മാസമായി ഇതിൻ്റെ പണി പൂർണ്ണമായും നിലച്ചിരിക്കുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ പയ്യന്നൂരിലെ കായിക പ്രവർത്തനങ്ങൾ മുഴുവനായും സ്തംഭിച്ചു നിൽക്കുന്നൊരു സ്ഥിതിയാണുള്ളത്. രാവിലെ ജോഗിങ്ങിന് വരുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ വരുന്ന കുട്ടികളുണ്ട്. ഇവർക്കെല്ലാം പയ്യന്നൂരിൽ മറ്റൊരാശ്രയമില്ലാത്ത നിലയിലാണ് ഉള്ളത്. ഇപ്പോൾ സ്കൂൾ തലത്തിലെ മത്സരം നടക്കുന്നതിന് നമ്മൾ പെരിയാരം ഗ്രൗണ്ടിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു കളിയും ഇവിടെ കളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പം ഇതിനെ ആശ്രയിച്ച് ഇപ്പം ബോയ്സിലെ കുട്ടികളുണ്ട്, ഇപ്പുറത്തിൽ ഗേൾസിലെ കുട്ടികളുണ്ട്. 2 സ്കൂളിലെ കുട്ടികൾക്കും ഇവിടെ ഒരു പ്രാക്ടീസ് ചെയ്യാനോ അവർക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയോ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ നിലവിലുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ സ്പോർട്സിൻ്റെ ആൾക്കാരെല്ലാം കൂടെ നിരന്തരം ബന്ധപ്പെട്ട് മന്ത്രിമാർക്കെല്ലാം നിരവധി പെറ്റീഷനുകൾ കൊടുത്ത ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമി ഇവിടെ ഏകദേശം 150ഓളം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രാക്ടീസ് ഇവരെ ഇപ്പോൾ നിലച്ച മട്ടാണ്. കാടുമൂടിയും വിവിധ തരം കാട്ടുസസ്യങ്ങൾ വളർന്നും കിടക്കുന്ന മൈതാനം കണ്ടാൽ ഏതെങ്കിലും പുതിയ കാർഷിക പദ്ധതിക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് നാട്ടുകാരുടെ പരിഹാസം. ലക്ഷങ്ങൾ ചെലവിട്ട് തുടങ്ങിയ പദ്ധതി അടിയന്തരമായി പൂർത്തിയാക്കി ഗ്രൗണ്ട് എത്രയും വേഗം കായിക പ്രേമികൾക്ക് തുറന്നു കൊടുക്കണമെന്ന ശക്തമായ ആവശ്യമാണ് പയ്യന്നൂരിൽ ഉയരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.